ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും KL43 ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിത് ഇന്ന് 2 കേടായ ട്യൂബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാട്ടിനനുസരിച്ച് മിന്നിക്കത്തുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ മച്ചാന്മാരെ, ഇത് നമുക്ക് ഈ ട്യൂബിൻ്റെ ദീവശം കണ്ട. അപ്പോൾ ഇതേപോലെ ഈ കാണുന്ന ഒരു ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്തൊന്ന് ഊരിയെടുക്കാൻ കണ്ട. ഇതേപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രിപ്പും ഇതേപോലെ തന്നെ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വയർ ഇതേപോലെ തള്ളി കൊടുത്തിട്ട് ഇതെല്ലാം ഊരി മാറ്റാട്ടാ. കാരണം ഇതേപോലെ വലിച്ചാൽ എല്ലാം ഊരി പോന്നേക്കും. നമുക്ക് ഇതിൻ്റെ ഫ്രെയിം മാത്രം മതി കേട്ടാ. അപ്പോൾ 2 ട്യൂബ് ലൈറ്റിൻ്റെ ഉള്ളിലത്തെ കമ്പോണൻസ് എല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റി വെക്കാം. ഇതേപോലത്തെ 4 ഇഞ്ചിൽ 2 എൻഡ് ഗ്യാപ്പ് എടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്കിത് ഓരോ എൻഡ് ഗ്യാപ്പിൻ്റെ മേലിലേക്ക് നമുക്ക് ഇതുവരെ ട്യൂബ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ വെച്ച് സെൻറ്റർ കൊള്ളിച്ചിട്ട് ഏകദേശം നമുക്ക് അപ്പോൾ ഇത് 2 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മാർക്ക് ചെയ്ത് നമുക്കൊന്ന് ഹോൾ തീർക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ആക്സിലേറ്റർ എടുക്കുന്നുണ്ട്. നമുക്കിതൊരു ബ്ലോ ലാമ്പ് വെച്ചൊന്ന് ഹീറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് തുളച്ചെടുക്കാമേ. നമ്മുടെ ട്യൂബ് ലൈറ്റ് ഇറങ്ങണ വിധത്തിൽ ഇതൊരു ഹോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ചാർജിങ് സോക്കറ്റും ഇതേപോലെ സ്വിച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ള ഹോൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്കൊരു സ്ക്വയർ പോലെ ഒരു ഹോളും കൂടി സെറ്റ് ചെയ്യണമേ. അതേ സ്വിച്ച് പിടിപ്പിക്കാനുള്ള ഹോൾ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഹോളും കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സ്വിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ചാർജിങ് പോർട്ടും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇത് ഇവിടെ 3.7 വോൾട്ടിൻ്റെ 2 ബാറ്ററി എടുക്കുന്നുണ്ട്. അതിൻ്റെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും നമുക്ക് ഒരേപോലെ പേരലാക്കി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാമേ. അപ്പോൾ അങ്ങനെ പേരലാക്കി എടുത്തൊരു ബാറ്ററി ഉണ്ടായത്. അവിടെ പോസിറ്റീവ് സൈഡ് യെല്ലോയും നെഗറ്റീവ് വൈറ്റും വേണ്ട. ഇനി ഞാൻ ഇവിടെ ഒരു ബാറ്ററി ചാർജിങ് മോഡ്യൂൾ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ B+ B നെഗറ്റീവ് എന്ന് എഴുതിയേക്കുന്നത് അതിൻ്റെ ബാറ്ററി ആയിട്ടുള്ള ലൈനാണ് കേട്ടോ. ഔട്ട് പോസിറ്റീവ് ഔട്ട് നെഗറ്റീവ് എന്നിട്ടേക്കുന്നത് ബാറ്ററി ഔട്ട്പുട്ടാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഒരു സൈഡ് നെഗറ്റീവ് ഉണ്ട്. അത് നമുക്ക് ചാർജിങ് പോർട്ടിലേക്കുള്ള ലൈനാണ്. പിന്നെ ഇതൊരു ചെറിയൊരു പവർ ബാങ്ക് മോഡ്യൂളും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് 5 വോൾട്ടൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ B+ എന്നിട്ടേക്കുന്നത് പോസിറ്റീവും ഈ B നെഗറ്റീവ് എന്നിട്ടാണ് ബാറ്ററിയുടെ നെഗറ്റീവുമാണ്. അപ്പോൾ മറ്റേ നമ്മുടെ ചാർജിങ് മോഡ്യൂളിലോട്ട് നമുക്ക് ഈ ബാറ്ററിയുടെ ലൈൻ കണക്ട് ചെയ്യാം. അപ്പോൾ B+ എന്നുള്ളടത്ത് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനാണ് എടുക്കേണ്ടത്. അതായത് യെല്ലോ വയർ സോൾഡർ ചെയ്ത് കൊടുക്കാമേ. അതുപോലെ തന്നെ B നെഗറ്റീവ് ഉള്ളിടത്ത് നമുക്ക് നെഗറ്റീവ് ലൈൻ അതായത് വൈറ്റ് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. B+ നമുക്ക് യെല്ലോ വയറിന് പോസിറ്റീവും വൈറ്റിലേക്ക് നമുക്ക് നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി ഔട്ടിൻ്റെ പോസിറ്റീവ് ലൈനിന് വേണ്ടി നമുക്ക് ഈ യെല്ലോ വയറിന് സോൾഡർ എടുക്കാമേ. അതുപോലെ തന്നെ ബാറ്ററി ഔട്ടിൻ്റെ നെഗറ്റീവ് വയർ നമുക്ക് വൈറ്റ് വയർ ഉപയോഗിച്ച് സോൾഡർ എടുക്കാം. അപ്പോൾ നമ്മുടെ ചാർജിങ് മോഡ്യൂളിൻ്റെ വയർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യെല്ലോ കാണുന്നത് പോസിറ്റീവും വൈറ്റ് നെഗറ്റീവുമാണ്. ഇനി നമ്മുടെ പവർ ബാങ്കിൻ്റെ നെഗറ്റീവിലേക്ക് വൈറ്റ് വയറും പോസിറ്റീവിലേക്ക് സ്വിച്ച് വഴി പോസിറ്റീവും കൊടുക്കാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ പവർ ബാങ്ക് മോഡ്യൂളിൻ്റെ നെഗറ്റീവിലേക്ക് വൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി യെല്ലോ ആണുള്ളത്, അതിലേക്ക് പോസിറ്റീവ് ലൈനാണ് കേട്ടോ. അപ്പോൾ നമുക്കത് സ്വിച്ച് വഴി നമ്മുടെ പോസിറ്റീവിലേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ റെഡി കേട്ടോ. സ്വിച്ച് വഴി നമുക്ക് പവർ ബാങ്ക് മോഡ്യൂളിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിൻ്റെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ജാക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വേണം അവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 2 ലീഡാണ് ഉള്ളത്. ഇതിൽ വലിയ ലീഡ് കാണുന്നത് നെഗറ്റീവും ചെറിയ ലീഡ് കാണുന്നത് പോസിറ്റീവുമാണ്. ഇതിൽ നമ്മൾ പോസിറ്റീവ് റെഡും വൈറ്റ് നെഗറ്റീവായിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്ററിയും മൊഡ്യൂളൊക്കെ നമുക്കിത് ഇവിടെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്കിത് നമ്മുടെ മൊഡ്യൂൾ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഭാഗത്തായിട്ട് നമ്മുടെ ബാറ്ററിയും കൂടി ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്ററിയും മൊഡ്യൂളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പവർ ബാങ്കിൻ്റെ മൊഡ്യൂൾ നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് വേറെ സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ട്യൂബ് ലൈറ്റിൻ്റെ ഫ്രെയിം എടുക്കാമേ. നമുക്ക് ഇതേപോലെ തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്.
നമുക്ക് 2 ഫ്രെയിം റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മളിത് ഇവിടെ എടുത്തേക്കണം അഡ്രസ്സബിൾ RGB സ്ട്രിപ്പ് ലൈറ്റ് ആണേ. സാധാരണ LED സ്ട്രിപ്പിനെ അപേക്ഷിച്ച് ഇതിന് 3 വയറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം പോസിറ്റീവ് ഒരു നെഗറ്റീവും പിന്നെ ഒരു ഡാറ്റയുടെ ലൈനുമാണ് വന്നത്. ഇനി നമുക്ക് ഈ RGB സ്ട്രിപ്പ് നമുക്ക് ഈ സ്ലോട്ട് വഴി ഇതേപോലെ ഞങ്ങൾ കയറ്റി വിടാം. അപ്പോൾ ഈ ട്യൂബിൻ്റെ ഫ്രെയിം ഫുള്ള് ആകണ വരെ നമുക്ക് ഈ RGB ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 3 വയറും 3ആയിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ബൾബേ കൊടുത്തേക്കണ പോലെ മറ്റേ ട്യൂബിൻ്റെ ലൈനിലും കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ഇവിടെ 3 കോർ വയറാണ് എടുക്കുന്നത്. നമുക്ക് ബ്ലാക്കിന് നമ്മൾ ബ്ലാക്ക് വയർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീനിൻ്റെ കൂടെ നമുക്ക് ബ്ലൂ വയറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ റെഡിന് ബ്രൗൺ കളർ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഇതിൻ്റെ കവറങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 സ്ലോട്ട് ഉണ്ട്. അപ്പോൾ അത് സ്ലോട്ടിൽ കൂടി പയ്യെ കേട്ടി സ്ലൈഡ് ചെയ്ത് തന്നെ അത് കവർ അടഞ്ഞേക്കും. നമ്മുടെ മറ്റേ ട്യൂബിൻ്റെ ഇതേപോലെ സ്ട്രിപ്പ് ലൈറ്റ് കയറ്റി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ വയർ കയറുള്ളത് ഹോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സ്ട്രിപ്പ് ലൈറ്റിലേക്ക് കണക്ഷൻ കൊടുക്കാമേ. അങ്ങനെ ആ സ്ട്രിപ്പ് ലൈറ്റിലായിട്ടുള്ള ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കളർ കോഡ് മറ്റേ സ്ട്രിപ്പ് ലൈറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും കൊടുക്കണം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ 2 സ്ട്രിപ്പ് ലൈറ്റിൻ്റെയും വയറുകൾ ഇതേപോലെ ഹോൾ ചെയ്ത് പാരലായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെ മറ്റേ ലൈറ്റിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കൺട്രോൾ ബോർഡ് കൂടി സെറ്റ് ചെയ്യാണ്ട് അത് നമുക്ക് ഈ USB മോഡിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ ഇതാണ് നമ്മുടെ കൺട്രോൾ ബോർഡ് വരുന്നത്. അപ്പോൾ നമുക്കിതൊരു വോയിസ് കൺട്രോൾ ബോർഡാണ്. നമുക്കിതൊരു ആപ്ലിക്കേഷൻ വഴിയും വർക്ക് ചെയ്യാം. പോരാതെ ഇതിൻ്റെ കൂടെ തന്നെ റിമോട്ടും വരുന്നുണ്ട്. നമുക്കിത് പല മോഡിലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ റിമോട്ടും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈ റിമോട്ട് വെച്ച് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കൺട്രോൾ ബോർഡ് ഇതിലേക്ക് സെറ്റ് ചെയ്യാമേ. അപ്പോൾ ഇതിൻ്റെ ജാക്ക് നമുക്കിത് ഇതുപോലെ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൺട്രോളർ USB മോഡിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്കിത് വലിയ ഹോളിലൂടെ കാണുന്ന രീതിക്ക് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്കിത് ഇവിടെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കളയാം. ഒരു PVC ഷീറ്റ് ഞാൻ ഇതുവരെ നേരെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ വീഡിയോൻ്റെ ബാക്കിയാണ്. നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇതൊരു ഷീറ്റ് കട്ടർ ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ അതുപോലത്തെ 2 റൗണ്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. 2 ട്യൂബിൻ്റെ അടിയിലും വെച്ച് സെറ്റ് ചെയ്യാമേ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്കിത് അടിയിൽ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ ടോപ്പ് കവർ കൊണ്ട് സെറ്റ് ചെയ്ത് എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ. അപ്പോൾ നമുക്കിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫോണിൻ്റെ ചാർജർ അല്ലെങ്കിൽ പവർ ബാങ്ക് ഉപയോഗിച്ചാലും ചാർജ് ചെയ്യാം. അപ്പോൾ ഈ റെഡ് ലൈറ്റ് ഇൻഡിക്കേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി അങ്ങനെ നമ്മുടെ സാധനം സെറ്റായിരുന്നു കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ നമുക്കൊരു പാട്ട് വെച്ച് നോക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാമേ. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഓട്ടോ മോഡിലാണ് കേട്ടോ നമുക്കിപ്പോൾ ഇത് കിടക്കുന്നത്. റിമോട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പല മോഡിലിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് ഈ റിമോട്ടിൽ പല മോഡലിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മ്യൂസിക്കിൻ്റെ ഒരു ബട്ടൺ കണ്ട അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് കൺട്രോൾ മോഡിലോട്ടാകും. അപ്പോൾ നമുക്ക് ഇനി പിന്നെ കേൾക്കുന്ന സൗണ്ട് അനുസരിച്ച് വർക്ക് ചെയ്യും കേട്ടോ. അത് വോയിസ് മോഡ് തന്നെ 3-4 മോഡുകളുണ്ട് കേട്ടോ. മച്ചാൻ നമുക്ക് സൗണ്ടിന് അനുസരിച്ച് വർക്ക് ചെയ്യും കേട്ടോ. ഞാൻ പറയുന്ന അനുസരിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ സൗണ്ട് അനുസരിച്ച് നമുക്കിത് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. കോപ്പിറൈറ്റിൻ്റെ വിഷയമുള്ളതുകൊണ്ട് നമുക്ക് NCS നോക്കാം കേട്ടോ.
വേറെ രണ്ടു മോഡ് കണ്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ. മച്ചാന്മാരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.